5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ സ്വരാജ്മാർ അടങ്ങുന്നില്ലല്ലോ. വീണ്ടും വീണ്ടും പറഞ്ഞു, അതിനാവശ്യമായ എല്ലാ ഭാഗത്തുനിന്നും അദ്ദേഹത്തിനെ തിരുത്തണമെന്നുള്ള അഭിപ്രായം വന്നു. വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരാണ് യുദ്ധത്തിനെതിരാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും യുദ്ധത്തിന് അനുകൂലമല്ലെന്നൊക്കെ പറയുന്നു. എന്താണ് അങ്ങ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് ചൈനയല്ലേ 40 രാജ്യങ്ങൾക്ക് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? അങ്ങനെ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർ? ഇന്ത്യ വഴി ഉണ്ടാക്കിയാലും കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പാടുണ്ടോ? അപ്പം കമ്മ്യൂണിസ്റ്റ് ചൈന 40 രാജ്യങ്ങൾ കൊടുക്കുന്നു. അതിൽ 80% കൊടുത്തിരിക്കുന്ന ആർക്കാ? പാകിസ്ഥാനാണ്. നനഞ്ഞ പടക്കങ്ങളാണ് കൊടുത്തത്, അത് വേറെ കാര്യം. നമ്മൾ ആകാശത്ത് പടപട അടിച്ചിട്ടു, അത് വേറെ കാര്യം. 400 ഡ്രോണുകളെയാണ് ഇന്ത്യ അടിച്ചിട്ടത്. ഇന്ത്യയുടെ സുദർശനയൊക്കെ പോയിട്ട് 400 എണ്ണത്തിനാണ് തകർത്തത്, അത് വേറെ കാര്യം. നമ്മുടെ റാഫേലും സുഹോയും ഒക്കെ പോയി എല്ലാവരെയും തകർത്തു, അത് വേറെ രണ്ടാമത്തെ വിഷയം. പക്ഷേ സ്വരാജിനെ പോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിൽ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ്. ലോകത്തെ ഏത് രാജ്യത്താണ് നിങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി ജീവിച്ചത്? സോവിയറ്റ് റഷ്യയിലെ വിപ്ലവം എടുത്തോളൂ, ചൈനയിൽ കാണിച്ചു കൂട്ടിയ ബഹളങ്ങൾ എടുത്തോളൂ, ടിയാൻമെൻ സ്ക്വയർ എടുത്തോളൂ, കംബോഡിയ എടുത്തോളൂ, ഉത്തര കൊറിയ എടുക്കൂ, എവിടെ എടുക്കൂ, എവിടെയെല്ലാം മുൻതൂക്കം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ സംഘർഷവും നിരവധി ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ശരി, യുദ്ധത്തിനെതിരാണ്, നമ്മൾ യുദ്ധം വേണ്ട എന്ന് തന്നെ പറയുന്നു. യുദ്ധം വേണോ വേണ്ടത്? യുദ്ധം വേണ്ട എന്ന് തന്നെ പറയും. 2 യുദ്ധങ്ങൾക്കിടയിലാണ് ഒരു സമാധാനം എന്നൊക്കെ പറയുന്ന, സമാധാനം എന്ന് പറയുന്ന ഒരു തിയറിയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് യുദ്ധം വേണ്ട. 2 ലോകമഹായുദ്ധം കണ്ടവരാണ് ലോകം. അതുകൊണ്ട് ഒരു കാരണവശാലും യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെ ഉണ്ടായി, യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തിലെ ഭീകരർ നമ്മുടെ രാജ്യത്തിൽ വന്ന സാധാരണക്കാരെ, അതും ഹിന്ദുക്കളെ മാത്രം സെലക്ട് ചെയ്ത് കലിമ ചൊല്ലാൻ പറഞ്ഞ് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കി, ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ, മകളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ, അങ്ങനെ വളരെ സെലക്റ്റീവായി 25 ഇന്ത്യക്കാരെയും ഒരു നേപ്പാളിയെയും 26 പേരെ കൊന്നിട്ട് അതിന് തീവ്രവാദ കേന്ദ്രങ്ങളല്ലേ നമ്മൾ തിരിച്ചടിക്കുന്നത്? ഇപ്പോഴല്ലേ അതിൻ്റെ ലൈൻ മാറിയത്? ഭീകരവാദ കേന്ദ്രങ്ങൾ 9 ഭീകരവാദ കേന്ദ്രങ്ങളിലല്ലേ ഇന്ത്യ തിരിച്ചടിച്ചത്? അങ്ങനെ തിരിച്ചടിച്ചപ്പോൾ വീണ്ടും പാകിസ്ഥാൻ തലങ്ങും വിലങ്ങും ഉള്ളത് അവരിൽ ഞങ്ങൾ ആണവായുധമുണ്ട്, ഞങ്ങൾ ഇതാണ് കത്തിയാണ്, മലപ്പുറം കാദർബായിയാണ്, കാസർഗോഡ് കാദർബായിയാണ്, മലപ്പുറം കത്തിയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് ആണവായുധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡ്രോണുകൾ അയച്ചു, നമ്മളെല്ലാം നശിപ്പിച്ച് നിർവീര്യമാക്കി. നമ്മുടെ കുറച്ച് കെട്ടിടങ്ങൾക്കൊക്കെ നഷ്ടം വന്നു. വളരെ വളരെ നാമമാത്രമായ ആളുകളുടെ എണ്ണത്തിനാണ് മരണം സംഭവിച്ചത്. അപ്പം നമ്മളൊരു യുദ്ധമൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്തും ഇന്ത്യ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഭീകര താവള കാണിച്ചു തരാവോ? ഇനി ആരെങ്കിലുമൊക്കെ ഭീകരമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ആരാണെന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? ഇന്ത്യയിലെ ഒരു രാജ്യത്തെയും പോയി ഇന്ത്യ ആക്രമിച്ചിട്ടില്ലല്ലോ. 2000 വർഷത്തോളം ഇന്ത്യക്കല്ലേ ആക്രമണം കിട്ടിയത്? ഇന്ത്യ ലോകത്ത് എവിടെയെങ്കിലും പോയി ആരെങ്കിലും ആക്രമിച്ചതായിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യത്ത് പോയി മതപ്രചരണം നടത്തുന്നുണ്ടോ? മതപരിവർത്തനം നടത്തുന്നുണ്ടോ? അത്ര സമാധാനകാംക്ഷികളായി കഴിയുന്ന ഒരു രാജ്യത്ത് വന്ന് അവിടെ 10-30 വർഷമായി, 79 തുടങ്ങിയതാണ്, സ്വാതന്ത്ര്യം കിട്ടപ്പോഴേ തുടങ്ങി. എന്നാൽ 79 തൊട്ട് നിരന്തരം 10-30 വർഷമായി നമ്മൾ തല്ലുകയാണ്. ഉറിയിൽ, പുൽവാമയിൽ ബോംബെ ആക്രമണം, ഡൽഹി ആക്രമണം, പാർലമെന്റ് ആക്രമണം, എത്ര സ്ഥലത്താണ് അവർ ചെയ്തത്? എന്തിനാണ് അവരിത് ചെയ്യുന്നത്? എന്താണ് അവർ നേടുന്നത്? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതിനുള്ള കഴിവുണ്ടോ? അവരുടെ സേനാനായകൻ ഇപ്പോൾ എവിടെ? മൻസൂദ്. അവരുടെ പ്രധാനമന്ത്രി എവിടെ? ഷെരീഫ്. അവിടെ രാജ്യം എവിടെ നിൽക്കുന്നു? അവിടെ MP-മാർ കരയുന്നു. MP-മാർ മുഖത്ത് ചോദിക്കുന്നു, നിങ്ങൾക്ക് ലണ്ടനിലും ബ്രിട്ടനിലും ലോകത്തെല്ലാ രാജ്യങ്ങളിലും പണവും സ്വത്തും അധികാരവും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെ രാജ്യത്ത് നിങ്ങൾ എന്തിനാണ് പട്ടിണിക്കിടുന്നതെന്ന് ചോദിക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? യുദ്ധമാണെങ്കിൽ യുദ്ധത്തിലേക്ക് നയിച്ചതാര്? അത് കാര്യകാരണ സഹിതമല്ലേ പറയേണ്ടത്? അല്ലാതെ വെള്ളരിപ്രാവിനെ പോലെ വന്നിരുന്ന് പാല് കുടിച്ച് ഭക്ഷണം കഴിച്ച്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ ആകുമ്പോൾ സ്വരാജിനെ പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിൻ്റെ ചെലവിലാണല്ലോ ജീവിക്കുന്നത്. സ്വന്തമായി അധ്വാനിച്ചിട്ടൊന്നും അല്ലല്ലോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടല്ലേ ജീവിക്കുന്നത്. അല്ല, സ്വന്തമായി വരുമാനമൊന്നും ഇല്ലല്ലോ, സ്വന്തമായി വരുമാനമുള്ള ആളല്ലല്ലോ. അപ്പോൾ സ്വന്തമായി വരുമാനമില്ലാതെ സമൂഹത്തിൻ്റെ ചെലവിൽ ജീവിച്ച്, നല്ല കാറിൽ സഞ്ചരിച്ച്, സുഖലോലുപതയിൽ ജീവിച്ച്, നല്ല ഭക്ഷണമെല്ലാം കഴിച്ച്, ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകളൊക്കെ നടത്തി ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്ന് ഉണ്ടുറങ്ങി ഉടുത്ത് സുഖിച്ച് അങ്ങനെ അങ്ങ് തള്ളി മറിക്കുകയാണ്. യുദ്ധം നല്ലതല്ല, സമാധാനമാണ് മക്കളെ വേണ്ടത്. ശരിയാണ് സ്വരാജ്യമാരോട് പറയാനുള്ളത് ശരിയാണ്, സമാധാനമാണ് വേണ്ടത്. പക്ഷെ അത് 2 കൂട്ടരും തീരുമാനിക്കണ്ടേ? നമ്മുടെ ആളുകളെ, സൈനികരെ അല്ല അവർ ആക്രമിച്ചത്. എങ്കിൽ പറയാൻ നമുക്ക് സൈനികരെ ആക്രമിച്ചു, സൈനിക താവളങ്ങളെ അല്ല അവരാക്രമിച്ചത് ഭീകരവാദത്തെ വളർത്തിവിട്ട് അൽ-ഖ്വയ്ദയെയും അതുപോലെയുള്ള വിവിധ പേരുകളിൽ സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് അയച്ചുവിട്ട് ഭീകരവാദികളെ പറഞ്ഞുവിട്ട് നമ്മുടെ പാവപ്പെട്ടവരെ
ഒരു സമൂഹത്തെയല്ല അവർ ഇല്ലാതാക്കുന്നത്. കഴിഞ്ഞ വർഷം കാശ്മീരിൽ 1.5 കോടി ആളുകളാണ് ടൂറിസ്റ്റുകളായിട്ട് വന്നെന്ന് കണക്ക് പറയുന്നത്. 23-ൽ 1.5 കോടി, 24-ൽ 1.5 കോടി, 3 കോടി ആളുകൾ കാശ്മീരിൽ വന്നപ്പോൾ എന്തുമാത്രം ആളുകളായിരിക്കും അവിടെ ജീവിച്ചത്. എന്തുമാത്രം പാവങ്ങളായ മുസ്ലിങ്ങളാണ് അവിടെ, മുസ്ലിങ്ങളുടെ വീടുകളിലാണ് തീയെരിഞ്ഞത്, അവർ ഭക്ഷണം കഴിച്ചത്. ആ രാജ്യത്ത് ആ സംസ്ഥാനത്തെ വന്ന് അവിടെ മുഴുവൻ ടൂറിസത്തെയും ഇല്ലാതാക്കി, ആത്മീയതയും സ്പിരിച്വാലിറ്റി എല്ലാം നശിപ്പിക്കുന്ന ഭീകരവാദം നടത്തിയപ്പോൾ ആ ഭീകരവാദത്തികളെ നമ്മൾ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോഴേ യുദ്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ്. യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിന് പോകുന്ന രാജ്യമല്ല. ആ രാജ്യത്ത് താമസിക്കുന്ന സ്വരാജ്മാർ മിനിമം അതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. നമ്മൾ ആരെയും കയറി ആക്രമിക്കാറില്ല. ഒരു രാജ്യത്ത് പോയും ഒരു സ്ഥലത്ത് പോയും നമ്മൾ ഒരു ബോംബ് ഇടാറില്ല, ഒരു മിസൈൽ അയക്കാറില്ല. ഇങ്ങോട്ട് വന്ന് ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോൾ അളമുട്ടിയാൽ ചേരയും കടിക്കും.